അടിപൊളിയാണ് ബ്രോ. പിള്ളേർ സീൻ നോക്കി പുറത്തുള്ള മലയാളികൾ ഇത് കാണുവാണെങ്കിൽ അവർക്ക് നിറകണ്ണോടെ അല്ലാതെ ഇത് കാണാൻ പറ്റില്ല. സെക്കൻഡ് പാർട്ട് എങ്ങനെ എടുക്കണോ അത് അങ്ങനെ തന്നെ എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ആയിട്ടുള്ള ബന്ധങ്ങളും എല്ലാം അടിപൊളി. സെക്കൻഡ് ഹാഫ് വെച്ച് അങ്ങ് കത്തും. കിടിലുള്ള ഇമോഷനും എല്ലാം കൂടെ സെറ്റാ. സെക്കൻഡ് ഹാഫിൽ നമ്മളെ ഭയങ്കരമായിട്ട് കരയിപ്പിച്ചു. നമ്മൾ പയ്യന്മാർക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഓരോ ഡീറ്റെയിലും റിലേറ്റ് ചെയ്യാൻ പറ്റും ഇതിന്റെ അകത്ത്. നല്ല പടം കേട്ടോ, നല്ല പടം. എല്ലാവരും ചെന്ന് കാണണം. മസ്റ്റ് വാച്ച് പടം. മസ്റ്റ് വാച്ച്. അടിപൊളി സിനിമ. ഫസ്റ്റ് ഹാഫ് ഓക്കെയാണ്. സെക്കൻഡ് ഹാഫ് വെച്ച് അങ്ങ് കത്തും. കിടിലുള്ള ഇമോഷനും എല്ലാം കൂടെ സെറ്റാ. ക്ലൈമാക്സ് കത്തിച്ചോ? ക്ലൈമാക്സ് എൻ്റെ ഒരു സംഭവം ഉണ്ട്, അതാണ് nice. തീരാ നേരത്തെ ആ ഒരു സംഭവം ഉണ്ട്, അത് നൈസാ. അതാണ് തൂക്കിയത്. സൂപ്പറായിരുന്നു ബ്രോ. ഫസ്റ്റ് ഹാഫ് നല്ല ഫുൾ കോമഡി ആയിരുന്നു. സെക്കൻഡ് ഹാഫ് കുറച്ച് കോമഡി, ഫുൾ ഇമോഷൻ ആയിരുന്നു. ക്ലൈമാക്സ് ഒക്കെ കരയിപ്പിക്കോ? കരയിപ്പിക്കും. അടിപൊളിയാണ് ബ്രോ. പിള്ളേർ സീൻ തൂക്കി. പിള്ളേരും തൂക്കി. എല്ലാവരും തൂക്കി. വന്നവരും ഇന്നവരും എല്ലാവരും തൂക്കിയിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫും സൂപ്പറാണ്, സെക്കൻഡ് ഹാഫ് സൂപ്പറാണ്. ഒരു സ്ഥലത്തിലായാലും ഒന്നുമില്ല. അടിപൊളി പടം. ക്ലൈമാക്സ് ഒക്കെ എല്ലാം അടിപൊളിയാണ്. പടം മൊത്തത്തിൽ അടിപൊളിയാണ്. ഓക്കെ ഓക്കെ. ഒരു രക്ഷയില്ല, കിടിലം പടം. എങ്ങനെയുണ്ട്? പക്ക കോമഡിയാണോ? കോമഡി. ഫസ്റ്റ് ഹാഫ് കോമഡി, സെക്കൻഡ് ഹാഫ് ഇമോഷൻ, രണ്ടും കൂടെ നല്ലതായിട്ട് കണക്ട് ചെയ്യാനുണ്ട്. അടിപൊളി പടം. അടിപൊളി എക്സ്പീരിയൻസ്, അടിപൊളി പടം. ഇത് നമ്മൾ പയ്യന്മാർക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഓരോ ഡീറ്റെയിലും റിലേറ്റ് ചെയ്യാൻ പറ്റും ഇതിന്റെ അകത്ത്. അടിയായാലും സ്കൂളിലെ കാര്യങ്ങൾ, പിന്നെ പിരിഞ്ഞു പോകുന്നതായാലും എല്ലാം ഈക്വലി റിലേറ്റ് ചെയ്യാൻ പറ്റും. ഒരു സെക്കൻഡ് പാർട്ട് എങ്ങനെ എടുക്കണോ അത് അങ്ങനെ തന്നെ എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ആയിട്ടുള്ള ബന്ധങ്ങളും എല്ലാം അടിപൊളി. ഇപ്പൊ റീസെന്റ് പിരിഞ്ഞു പോയ എന്റെ കൂട്ടുകാരെയൊക്കെ എനിക്ക് സത്യം പറയാൻ മിസ് ചെയ്യുന്നുണ്ട്. അടിപൊളിയാണ്. എൻഡ് ഓഫ് ലാസ്റ്റ് ക്ലൈമാക്സ് ഫിനിഷിംഗ് എന്ന് പറഞ്ഞാൽ മാസില ഫിനിഷ് ചെയ്തേക്കണം. സിനിമ തീർന്നപ്പോൾ ഭയങ്കര വിഷമമായി എനിക്ക്. അതെ, കുറച്ചൊക്കെ വിഷമമായി. കൂട്ടുകാരൊക്കെ സ്കൂളിൽ ഉണ്ടായിരുന്നവരൊക്കെ ഇന്നും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോയി. അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. നല്ല റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോറിയാ. യൂത്തിനൊക്കെ ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ളവർക്കൊക്കെ ഒരു മെസ്സേജ് ആണ്. മെസ്സേജ് അല്ല, പക്ഷെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. പടം കണ്ടാലേ പറയാൻ പറ്റും. സിബ്ലിംഗ്സ് ആയിട്ടുള്ളവർക്കൊക്കെ കൂടുതൽ അടിപൊളിയായിട്ട്. പേരൻസിനെക്കാട്ടി നമുക്ക് സിബ്ലിംഗ്സ് ആയിട്ട് വന്നാൽ കുറെ അവരുടെ ബോണ്ടൊക്കെ കറക്റ്റ് ആയിട്ട് വർക്ക് ആയിട്ടുണ്ടോ? നല്ലോണം വർക്ക് ആയിട്ടുണ്ട്. സൂപ്പർ കാസ്റ്റിംഗ് എല്ലാം അടിപൊളിയാ. ക്ലൈമാക്സ് ഒക്കെ ഒരു രക്ഷയില്ല. പടം കണ്ട് തന്നെ ഇമോഷണൽ ആവും. അടിപൊളി പടമായിരുന്നു. ഫസ്റ്റ് ഹാഫ് ഫുൾ കോമഡിയാണോ? ഫസ്റ്റ് ഹാഫിൽ പറഞ്ഞ പോലെ കോമഡി ഓറിയന്റഡ് ആണ്, പക്ഷെ സെക്കൻഡ് ഹാഫിൽ നമ്മളെ ഭയങ്കരമായിട്ട് കരയിപ്പിച്ചു. ക്ലൈമാക്സ് ഒക്കെ അടിപൊളിയായിരുന്നു. പക്ഷെ നമ്മള് വാഴ അവസാനിപ്പിക്കുന്നത് ഉറപ്പായിട്ട് ഇമോഷണലി ആയിരിക്കില്ല. സർപ്രൈസ് അറ്റ് ദി എൻഡ്. അതിൽ നമുക്ക് ഭയങ്കരമായിട്ട് റിലീഫായിട്ട് നമ്മള് ചിരിച്ചിറങ്ങുള്ളൂ. അതിന്റെ ഡബിൾ ഒന്നുകൂടെ കയറി കാണാൻ തോന്നുന്നുണ്ട്. അതുപോലെ അടിപൊളിയായിട്ട്. യെസ് ഓഫ് കോഴ്സ്. എല്ലാ പേരൻസും, എല്ലാ സിബ്ലിങ്സും, എല്ലാ ടീച്ചേഴ്സും കാണും. പുറത്തുള്ള മലയാളികൾ ഇത് കാണുവാണെങ്കിൽ അവർക്ക് നിറകണ്ണോടെ അല്ലാതെ ഇത് കാണാൻ പറ്റില്ല. അതങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. മൂവി ഭയങ്കര അടിപൊളിയാണ്. ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ഭയങ്കര പ്രതീക്ഷയിലാണ് വന്നത്. ആ പ്രതീക്ഷ എന്തായാലും അവർ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഒന്നും കൂടെ കാണാൻ വേണ്ടി, വീണ്ടും കാണാൻ വേണ്ടി, ഒന്നുകൂടി കാണാൻ തോന്നുന്നുണ്ട്. പക്ഷെ ഇപ്പൊ എല്ലാവരും കാണട്ടെ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിയേറ്ററിൽ ഫുള്ള് ചിരിച്ച് എൻജോയ് ചെയ്യായിരുന്നു. അതെ അതെ. ഫസ്റ്റ് ഹാഫ് ഒക്കെ സ്പെഷ്യലി കയ്യടിയായിരുന്നു ഭയങ്കരമായിട്ട്. അങ്ങനെ ഓക്കെ. അല്ല, ക്ലൈമാക്സ് പോർഷനൊക്കെ മേഡം കരച്ചിൽ വന്നായിരുന്നു. ഞങ്ങൾ എല്ലാവരും കരിയായിരുന്നു. സ്പെഷ്യലി ഒരു എന്താ പറയാ, ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന്റെ വന്നപ്പോ നല്ല പടം വമ്പരായിരുന്നു. കിടലും പടമായിരുന്നു. ആശിറൊക്കെ നല്ല ആക്ടിംഗ് ആയിരുന്നു. ബാക്കി അമീനൊക്കെയോ? അവരൊക്കെ കൊള്ളായിരുന്നു. ഇല്ല, കാസ്റ്റ് ഫുള്ള് കൊള്ളായിരുന്നു. ഫുള്ള് റീൽസിലുള്ള എല്ലാവരും ഉണ്ടോ? എല്ലാവരും ഉണ്ട്. സെക്കൻഡ് ഹാഫിൽ ഇമോഷൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സെക്കൻഡ് ഹാഫ് ഭയങ്കര ഇമോഷണൽ ആയിരുന്നു. ലാസ്റ്റ് ഒക്കെ ക്ലൈമാക്സ് ഒക്കെ ഭയങ്കര ഇമോഷണൽ ആയിരുന്നു. കരഞ്ഞു പോയോ? കരഞ്ഞു പോയെന്ന് വെച്ചാൽ കരയാൻ തോന്നി, പക്ഷെ കരഞ്ഞില്ല. ജെൻസി കിഡ്സിന് മാത്രമേ ഇഷ്ടപ്പെടും. ബാക്കിയുള്ളവർക്ക് ഫാമിലി ഓഡിയൻസിനൊക്കെ ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടും. നല്ല ഫിലിമായിരുന്നു. കൊള്ളായിരുന്നു ബ്രോ. ആഷർ എങ്ങനെയുണ്ട്? ആഷർ പൊളിച്ചിട്ടുണ്ട്. വാഴ വണ്ണിനെക്കാളൊക്കെ തന്നെ നല്ല. പിന്നെ ലാസ്റ്റ് ഒക്കെ നല്ല സെന്റിമെന്റിലൊക്കെ. അൽഫോൺസ് പുത്രനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ഓണായിരുന്നു. സെക്കൻഡ് ഹാഫിൽ ഇമോഷൻസ് ഒക്കെ പക്കായിട്ട് കൺവേ ആയിട്ട്. ഫസ്റ്റ് ഹാഫ് ഫുള്ള് കോമഡിയാണോ? ഫസ്റ്റ് ഹാഫ് ഫുള്ളും കോമഡി, സെക്കൻഡ് ഹാഫ് ഫുള്ള് ഒരു സെന്റിമെന്റൽ ഇതായിട്ടായിരുന്നു. പക്ഷെ എല്ലാം ഒരു ക്ലൈമാക്സ് എങ്ങനെ ഉണ്ടായിരുന്നു? ക്ലൈമാക്സ് സംഭവം സൂപ്പർ ആയിരുന്നു. തിയേറ്റർ കത്തിച്ചോ? അതെ. അടിപൊളി പടം. അടിപൊളി ഇവിടെ മസ്റ്റ് വാച്ച് ആണ്. ഹാഷറൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഹാഷറും പിള്ളേരും തൂക്കി പടം അടിപൊളിയാണ്. ബാക്കി അൽഫോൺസ് പുത്രനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. സെക്കൻഡ് ഹാഫിൽ ഇമോഷൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇമോഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. ജെൻസി പിള്ളേർക്ക് ഒരു മെസ്സേജ് ആണ്. പിള്ളേർക്ക് ഇതൊരു നല്ലൊരു പടമാണ്. മസ്റ്റ് വാച്ച് ആണ്. തിയേറ്റർ ഫുള്ള് കത്തിച്ച് കോമഡി എലമെന്റ്സ് കുറെ ഉണ്ട്. അപ്പൊ നൈസാ. വിഷു അപ്പൊ ഹാഷറും പിള്ളേരും തൂക്കി മൂവിയെ മസ്റ്റ് വാച്ച്. അപ്പൊ നമ്മള് റീൽസിലൊക്കെ കാണുന്ന ആ സെയിം സംഭവങ്ങൾ തന്നെയാണോ അതോ പുതിയതായിട്ട്? കുഴപ്പമില്ല, നല്ല മൂവിയാ. വാഴ വണ്ണിനെക്കാട്ടിലും ഉണ്ടോ? വാഴ വണ്ണിനെക്കാട്ടിയും നല്ല. ക്ലൈമാക്സിൽ എമോഷൻ സീൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളായിരുന്നു.
അടിപൊളി ആശിർ നമ്മൾ റീൽസിലൊക്കെ കാണുന്ന സെയിം മോഡൽ തന്നെയാണോ അതേ മോഡ് തന്നെയാണ് അതോ വേറെ എന്തെങ്കിലും ഉണ്ടോ എക്സ്ട്രാ അടിപൊളി ഫസ്റ്റ് വാച്ച് നല്ല movie. നമ്മുടെ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്തായിരുന്നു ഒരു എൻഡ് ഓഫ് ദി ക്ലൈമാക്സ് ഹേർട്ട് ടച്ചിങ് ആണോ അതെ 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 ഒരു ഇന്റർവൽ പോർഷൻ ഇന്റർവൽ പോർഷൻ ഇന്റർവൽ പോർഷൻ അയ്യോ എന്തൊരു മറന്നുപോയി നല്ലായിരുന്നു ഫൈറ്റ് സീക്വൻസ് എങ്ങനെയായിരുന്നു ഫൈറ്റ് ഫൈറ്റ് സീക്വൻസ് സീക്വൻസ് കൊള്ളാം